ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു സൈലം ലേണിംഗ്. അഖിലാമസ് ആണ്. അപ്പൊ നാളെയാണ് നമ്മൾ കാത്തിരുന്ന ആ ദിവസം. നമ്മളെ എക്കണോമിക്സ് മോഡൽ എക്സാം നാളെയാണ്. അപ്പൊ കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അതൊക്കെ നമ്മൾ മാരത്തോണിൽ വൈകുന്നേരം ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതായിരിക്കും. അപ്പം ഇന്ന് ദിവസം വന്നിട്ടുള്ളത് നമുക്കറിയാം, മൈക്രോ എക്കണോമിക്സിൽ അല്ലെങ്കിൽ എക്കണോമിക്സിൽ തന്നെ ഒരുപാട് ഗ്രാഫുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ പല മക്കളും പറയുന്ന ഒരു പ്രശ്നമാണ്, ഗ്രാഫുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകുന്നുണ്ട്, എല്ലാം ഓർത്തിരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പറയുന്നുണ്ട്. എല്ലാവരും ഗ്രാഫുകളെ പറ്റി മാത്രമായിട്ട് ഒരു വീഡിയോ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോ എക്കണോമിക്സിലെ എല്ലാ ഗ്രാഫുകളും കൂടി ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ആദ്യത്തെ ചാപ്റ്റർ തൊട്ട് അവസാനത്തെ ചാപ്റ്റർ വരെയുള്ള എല്ലാ ഗ്രാഫുകളും ഗ്രാഫിക്കൽ പ്രസന്റേഷനും ഒക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്കറിയാം ഒരേ ഒരു ഗ്രാഫിനെ കുറിച്ച് പഠിക്കാനുള്ളൂ. അത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ആണ്, അല്ലെങ്കിൽ അതിനെ PPF എന്നും പറയാറുണ്ട്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ. ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു എക്കണോമിയിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സും മുഴുവനും ഉപയോഗിച്ചിട്ട് ഒരു എക്കണോമി രണ്ട് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് എത്ര ഏതൊക്കെ കോമ്പിനേഷനിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്ന് കാണിക്കുന്ന ഒരു ഗ്രാഫ് ആണെന്ത് PPC. ഇത് ഒരു കോൺകേവ് ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. ദെൻ നമ്മൾ അടുത്ത ഗ്രാഫിലേക്ക് പോവാണ്. അതായത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിലുള്ള ഗ്രാഫാണ് ഇൻഡിഫറൻസ് കർവ്. അതായത് ഈ ഒരു ഇൻഡിഫറൻസ് കർവ് കാണിക്കുന്നത് ഒരു കൺസ്യൂമറിന് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ തരുന്ന എല്ലാ ബണ്ടിലുകളും, ഒരു കൺസ്യൂമറിന് സെയിം ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ തരുന്ന എല്ലാ ബണ്ടിലുകളും കാണിക്കുന്ന ഒരു ഗ്രാഫാണ് ഇൻഡിഫറൻസ് കർവ്. ഇത് കോൺവെക്സ് ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ ഇൻഡിഫറൻസ് കർവിന്റെ ഫീച്ചേഴ്സും വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കാം. ദെൻ അടുത്തത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലുള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 8 മാർക്കിന് വരെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു ഗ്രാഫാണ് ബഡ്ജറ്റ് ലൈൻ. നമുക്കറിയാം ബഡ്ജറ്റ് ലൈൻ ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും ഉണ്ടാവുക. നമുക്കറിയാം ഒരു കൺസ്യൂമറിന്റെ മുഴുവൻ ഇൻകവും സ്പെൻഡ് ചെയ്തിട്ട് അയാൾ രണ്ട് ഗുഡ്സ് വാങ്ങിക്കുകയാണെങ്കിൽ അത് ഏതൊക്കെ കോമ്പിനേഷനിൽ അയാൾക്ക് വാങ്ങിക്കാൻ പറ്റുമെന്ന് കാണിക്കുന്ന ഒരു ഗ്രാഫാണ് ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈൻ റിലേറ്റഡ് ആയിട്ട് എങ്ങനെ ചോദ്യം ചോദിച്ചാലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത് അതിന്റെ ഇക്വേഷൻ ആണ് P1x1 + P2x2 = M. പിന്നെ ആ ബഡ്ജറ്റ് ലൈൻ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്, അതായത് എക്സ് ആക്സിസിൽ എവിടെ ചെന്ന് മുട്ടുന്നു M/P1, ദെൻ Y ആക്സിസിൽ എവിടെ ചെന്ന് മുട്ടുന്നു M/P2, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്. ഇത് കൂടാതെ തന്നെ ഒരു കാര്യം കൂടി പഠിച്ചു വെക്കാനുണ്ട്, അത് സ്ലോപ്പ് ആണ് -P1/P2. ഇത്രയുമാണ് ബഡ്ജറ്റ് ലൈൻ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്. എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ദെൻ അടുത്തതായിട്ട് നമ്മൾ ഡിമാൻഡ് കർവ്. ഡിമാൻഡ് കർവ് എന്ന് പറഞ്ഞാൽ പ്രൈസും അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ഡിമാൻഡും തമ്മിലുള്ള നെഗറ്റീവ് റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഗ്രാഫാണ് ഡിമാൻഡ് കർവ്. അതുകൊണ്ട് തന്നെ ഇത് നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫാണ്, കോൺവെക്സ് ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. ദെൻ അടുത്തത് നമുക്കറിയാം നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആയുള്ള പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റ്. ഒരുപാട് ഗ്രാഫുകൾ, ഏറ്റവും കൂടുതൽ ഗ്രാഫുകൾ വരുന്നത് ഈ ഒരു ചാപ്റ്ററിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രാഫുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പും പഠിക്കാനുണ്ട് ഈ ഒരു ചാപ്റ്ററിൽ. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ നോക്കാം. ആദ്യം പ്രൊഡക്റ്റ് ഗ്രാഫുകളാണ് കാണിക്കുന്നത്, TPയും MPയും, ടോട്ടൽ പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും. അപ്പൊ ഈ ഗ്രാഫ് വരയ്ക്കാൻ പഠിക്കണമെങ്കിൽ ആദ്യം ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് അതിലേക്ക് പോവാം. When TP increases at an increasing rate, MP also increases. അല്ലെ, TP ഒരു ഇൻക്രീസിംഗ് റേറ്റിലാണ് കൂടുന്നത് എന്നുണ്ടെങ്കിൽ MPയും അതുപോലെ തന്നെ ഇൻക്രീസ് ചെയ്യാണ്. ദെൻ അടുത്തത് TP increases at a decreasing rate. ഒരു ഡിക്രീസിംഗ് റേറ്റിലാണ് TP കൂടുന്നത് എന്നുണ്ടെങ്കിൽ MP അവിടെ ഡിക്രീസ് ചെയ്യാണ്. പക്ഷേ പോസിറ്റീവ് ആയിട്ട് തന്നെ ഇരിക്കും, ഒരിക്കലും നെഗറ്റീവ് ആകുന്നില്ല. TP ഒരു ഡിക്രീസിംഗ് റേറ്റിലാണ് കൂടുന്നതെങ്കിലും MP ഡിക്രീസ് ചെയ്യാണ്, പക്ഷെ ഒരിക്കലും എന്താകുന്നില്ല, നെഗറ്റീവ് ആകുന്നില്ല, പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ദെൻ അടുത്തതായിട്ട് ഒരു റിലേഷൻഷിപ്പ് പറയുന്നത് when TP reaches its maximum, MP becomes 0. അതായത് TP അതിന്റെ മാക്സിമം ആയിരിക്കുന്ന പോയിന്റിൽ MP എന്താണ്, 0 ആണ്. ദെൻ അടുത്ത റിലേഷൻഷിപ്പ് അവസാനമായിട്ടൊരു പോയിന്റ് കൂടി പറയുന്നുണ്ട്, when TP decreases, MP becomes negative. അല്ലെ, അതായത് TP ഡിക്രീസ് ചെയ്യാൻ പോകുന്ന സമയത്ത് MP എന്താണ്, നെഗറ്റീവ് ആണ്. ഈ റിലേഷൻഷിപ്പ് 4 പോയിന്റ് പഠിച്ചു വെക്കുക. അപ്പൊ സിമ്പിൾ ആയിട്ട് ഈ ഗ്രാഫ് നമുക്ക് വരയ്ക്കാൻ പറ്റും. ദെൻ അടുത്തത് ഈ ചാപ്റ്ററിൽ MPയും APയും ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൂടി നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മാർജിനൽ പ്രൊഡക്റ്റ് കർവും അതുപോലെ തന്നെ ആവറേജ് പ്രൊഡക്റ്റ് കർവും. ഇത് രണ്ടും ഇൻവേർട്ടഡ് U ഷേപ്പിലുള്ള ഗ്രാഫുകളായിരിക്കും. ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമുക്ക് നോക്കാം. ആസ് AP increases, MP is greater than AP. എപ്പോഴാണോ AP കൂടുന്നത് അപ്പോൾ MP ആണ് മുകളിൽ ഉണ്ടാവുക. AP കൂടുന്ന സമയത്ത് MP ആണ് മുകളിൽ ഉണ്ടാവുക. ദെൻ അടുത്തത് പറയുന്നത് when AP reaches maximum, AP and MP will be equal. അല്ലെ, അതായത് AP മാക്സിമം വന്ന ഈ ഒരു പോയിന്റിൽ MPയും APയും ഈക്വൽ ആണ്. ദെൻ അടുത്തത് പറയുന്നത് when AP decreases, MP is less than AP. അല്ലെ, എപ്പോഴാണോ AP കുറയാൻ തുടങ്ങുന്നത് ആ ഒരു സമയത്ത് MP APന്റെ താഴെയാണ്. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഗ്രാഫിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. ദെൻ അടുത്തതായിട്ട് നമ്മൾ കോസ്റ്റ് കർവുകളെ കുറിച്ചാണ് ഈ ചാപ്റ്റർ പഠിക്കാനുണ്ട്. അതായത് ഒരുപാട് കോസ്റ്റ് കർവുകൾ ഉണ്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം തന്നെ TCയും TVCയും TFCയും ഒരൊറ്റ ഗ്രാഫിൽ കാണിച്ചിട്ടുണ്ട്. TFC ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എക്സ് ആക്സിസിന് പാരലൽ ആയിട്ട്, കാരണം ഏത് ലെവൽ ഓഫ് ക്വാണ്ടിറ്റിയിലും TFC സെയിം ആണ്. ദെൻ TCയും TVCയും ഒരു അപ്വേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള ഗ്രാഫാണ്.
TVC സ്റ്റാർട്ട് ചെയ്യുന്നത് 0 അല്ലെങ്കിൽ ഒറിജിനൽ നിന്നായിരിക്കും, കാരണം ഔട്ട്പുട്ട് 0 ആണെങ്കിൽ TVC 0 ആണ്. ദെൻ TC സ്റ്റാർട്ട് ചെയ്യുന്നത് TFCയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് നിന്നായിരിക്കും, കാരണം ഔട്ട്പുട്ട് 0 ആണെങ്കിലും അവിടെ ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ ഇതാണ് ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്. ദെൻ അടുത്തത് AFC നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് തന്നെ പറയാം, കാരണം AFC ഒരു റെക്ടാങ്കുലർ ഹൈപ്പർബോള ഷേപ്പിലുള്ള ഗ്രാഫാണ്. ഓക്കെ, ദെൻ അടുത്തത് ഈ മൂന്ന് ഗ്രാഫ് ഈ ഒരു ഷോർട്ട് റൺ കോസ്റ്റ് കർവിൽ ബാക്കിയുള്ളൂ. SMCയും SACയും ABCയും ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് നമ്മൾ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് പഠിക്കേണ്ടത്. നമുക്ക് നോക്കാം. ആദ്യം ABCയും SMCയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നോക്കാം. ഇതേ റിലേഷൻഷിപ്പ് തന്നെയാണ് SACയും അതുപോലെ തന്നെ SMCയും തമ്മിലും ഉള്ളത്. ആദ്യത്തെ പോയിന്റ് ABC ആൻഡ് SMC ഇനീഷ്യലി ഫോൾസ് ആൻഡ് ലേറ്റർ റൈസ്. ABCയും SMCയും ആദ്യം കുറയുകയും അതിന് കൂടെ തന്നെ നമുക്ക് SACയും ചേർത്ത് പറയാം. ഇവർ മൂന്നുപേരും ആദ്യം കുറയുകയും പിന്നെ കൂടുകയും ചെയ്യുന്ന ഗ്രാഫാണ്. ദെൻ അടുത്തത് when ABC falls MC will be less than ABC അല്ലെ, അതായത് ABCയും ACയും കുറയുന്ന സമയത്ത് MC ആണ് ഇവരുടെയൊക്കെ താഴെ ഉണ്ടാവുക. ദെൻ അടുത്ത റിലേഷൻഷിപ്പ് നോക്കാം. when ABC rises MC will be more than ABC അല്ലെ, അതായത് ABCയും MCയും കൂടുന്ന സമയത്ത് MC ആണ് അതിന്റെ മുകളിലുള്ളത്. ദെൻ അടുത്ത റിലേഷൻഷിപ്പ് നോക്കാം. MC cut the minimum point of ABC from below. MC ABCയുടെയും ACയുടെയും മിനിമം പോയിന്റിലൂടെ അടിയിലൂടെ കട്ട് ചെയ്തിട്ടാണ് പോണത്. ഇത്രയും റിലേഷൻഷിപ്പ് പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ 3 ഗ്രാഫും സിമ്പിൾ ആയിട്ട് വരയ്ക്കാൻ പറ്റും. ഓക്കെ, ദെൻ അടുത്ത ഒരു ഗ്രാഫിലേക്ക് നമുക്ക് പോവാം. ഇനി SACയും ABCയും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഇവർ കാണുമ്പോൾ നമുക്ക് ഒരുപോലെ തോന്നുമെങ്കിലും ഇവർ തമ്മിലും ചെറിയൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. നമുക്കത് നോക്കാം. ഈ SACയും അതുപോലെ തന്നെ ABCയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് AFC കർവ് ആയിരിക്കും. കാരണം ഒന്നുമില്ല, നമുക്കറിയാം AC എന്ന് പറയുന്നത് AFC പ്ലസ് ABC ആണല്ലോ. സോ ഉറപ്പായിട്ടും ABCയും ACയും തമ്മിലുള്ള ഡിഫറൻസ് AFC ആയിരിക്കുമല്ലോ. അത്രയേ ഉള്ളൂ. ദെൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ SAC ആൻഡ് ABC ഡിക്രീസസ് ആസ് ദി ഔട്ട്പുട്ട് ഇൻക്രീസസ്. അതായത് ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് ഇവർ തമ്മിലുള്ള ഡിക്രീസ് കുറഞ്ഞു വരികയാണെന്ന് പറയുന്നത്. അതായത് ഇവിടെ ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് കുറച്ച് കൂടുതലായിരിക്കും, പക്ഷെ ഔട്ട്പുട്ട് കൂടുന്തോറും ഈ ഗ്യാപ്പ് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. Then അടുത്തതായിട്ട് the minimum point of ABC curve is on the left side of the minimum point of SAC. ABCയുടെ മിനിമം പോയിന്റ് SACയുടെ മിനിമം പോയിന്റിന്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും ഉണ്ടാവാം. ഇത്രയാണ് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ദെൻ അടുത്തതായിട്ട് നമ്മൾ ലോങ് റണ്ണിലെ കോസ്റ്റ് ഗ്രാഫുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. 3 കോസ്റ്റുകളെ ശരിക്കും ലോങ് റണ്ണിലുള്ളൂ നമുക്ക് പഠിക്കാനായിട്ട്. LRTCയും LRACയും LRMCയും. അതിൽ തന്നെ LRTC അല്ലെങ്കിൽ ലോങ് റണ്ണിലെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഷോർട്ട് റണ്ണിലെ ടോട്ടൽ കോസ്റ്റ് തന്നെയാണ്. ഇതും അത് തന്നെയാണ്. ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പും നമുക്കറിയാം. ഷോർട്ട് റണ്ണിലെ MC കർവും AC കർവും തമ്മിലുള്ള അതേ റിലേഷൻഷിപ്പ് തന്നെയാണ്. സോ സെപ്പറേറ്റ് നമ്മൾ പഠിക്കേണ്ടതില്ല. ദെൻ അടുത്തതിലേക്ക് നമുക്ക് പോകാം. നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ട് തിയറി ഓഫ് ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമുക്ക് ഗ്രാഫുകളെ കുറിച്ച് പഠിക്കാനുണ്ട്. അതിൽ ആദ്യമായിട്ട് നമുക്ക് ടോട്ടൽ റവന്യൂ കർവാണ് നോക്കാനുള്ളത്. ടോട്ടൽ റവന്യൂ കർവ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി സ്ലോപ്ഡ് ആയിട്ടുള്ള അപ്വേർഡ് റൈസിംഗ് ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. കാരണം ഔട്ട്പുട്ട് കൂടുന്നതിനനുസരിച്ച് ടോട്ടൽ റവന്യൂ കൂടുതലായിരിക്കും, കൂടി വരുന്നുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇത് പോസിറ്റീവ്ലി സ്ലോപ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രാഫ് ആയത്. ദെൻ അടുത്തത് നമുക്കറിയാം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ അല്ലെങ്കിൽ പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ആണെങ്കിൽ അവിടെ പ്രൈസും ARഉം MRഉം ഈക്വൽ ആയിരിക്കും. മാത്രമല്ല അത് ഏത് ഔട്ട്പുട്ട് ലെവലിലും സെയിം ആയിരിക്കും. അതുകൊണ്ട് അത് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഓക്കെ, ദെൻ അടുത്തത് ഈ ഒരു ചാപ്റ്ററിൽ നമുക്കറിയാം പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷനുകളെ കുറിച്ച് പറയാറുണ്ട്. അതുപോലെ തന്നെ അത് ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യാനും നമുക്ക് എക്സാമിന് എല്ലാ വർഷവും ചോദ്യം വരാറുണ്ട്. ഇത് ഷോർട്ട് റണ്ണിലെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് കാണിച്ചിട്ടുള്ളത്. നമുക്കറിയാം 3 കണ്ടീഷൻസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ഒന്നാമത്തെ കണ്ടീഷൻ P ഈക്വൽ ടു MC. ഇവിടെ P ഈക്വൽ ടു MC ആണ്. രണ്ടാമത്തെ കണ്ടീഷൻ MC ഷുഡ് ബി നോൺ ഡിക്രീസിങ്. MC ഈ ഒരു സ്റ്റേറ്റില് ഇൻക്രീസിങ് പൊസിഷനിലായിരിക്കണം. അതെയാണ് അല്ലെ. അതിന്റെ കൂടെ തന്നെ ചേർത്ത് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. MC MRനെ കട്ട് ചെയ്യുന്നത് അടിയിൽ കൂടെ വന്നിട്ടായിരിക്കണം. ഈ P തന്നെയാണല്ലോ MR, അതിനെ കട്ട് ചെയ്യുന്നത് അടിയിൽ കൂടെ വന്നിട്ടാണല്ലോ. യെസ്, അപ്പൊ അത് കറക്റ്റ് ആണ്. ദെൻ 3ാമത്തെ കണ്ടീഷൻ ഷോർട്ട് റണ്ണില് P ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ABC ആയിരിക്കണം. ABC ഇവിടെ താഴെയാണ് കിടക്കുന്നത്, P അതിന്റെ മുകളിൽ തന്നെയാണ്. അപ്പൊ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ ഒരു പോയിന്റ് ആണ് നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പോയിന്റ്. ഇത് ഗ്രാഫിക്കലി പ്രസന്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കാറുണ്ട്. സോ ഇത് പഠിച്ചു വെക്കാം. ഇതുപോലെ തന്നെ ലോങ് റണ്ണിലേയും നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ ഒരേ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അവിടെ എന്തുണ്ടായിരിക്കില്ല, ABC ഉണ്ടായിരിക്കില്ല, LRAC മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. കണ്ടീഷൻസ് സെയിം ആണ്, പക്ഷെ അവസാനത്തെ കണ്ടീഷൻ മാത്രം ചെറിയൊരു മാറ്റമുണ്ട്. ഇവിടെ വന്നിട്ട് P ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു LRAC ആയിരിക്കും എന്ന് മാത്രം. ഓക്കെ, അപ്പൊ ആ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ് ഇതാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ പോയിന്റ്. ദെൻ അവസാനമായിട്ട് സപ്ലൈ കർവിനെ കുറിച്ച് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. നമുക്കറിയാം ഷോർട്ട് റണ്ണിലും ലോങ് റണ്ണിലും വേറെയാണ് സപ്ലൈ കർവുകൾ. ഷോർട്ട് റണ്ണിലെ സപ്ലൈ കർവ് എന്ന് പറഞ്ഞാൽ മിനിമം ABCയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട്
MC-യുടെ റൈസിംഗ് പോർഷൻ ഈ ഒരു പോർഷൻ ആണ് ഷോർട്ട് റണ്ണിലെ സപ്ലൈ കർവ്. ഇനി അത് ലോങ് റണ്ണിലേക്ക് വരുവാണെങ്കിൽ മിനിമം LRAC-യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് MC-യുടെ റൈസിംഗ് പോർഷൻ ആണ് ലോങ് റണ്ണിലെ സപ്ലൈ കർവ്. ഇതും നിങ്ങൾ പഠിച്ചു വെക്കുക. ദെൻ അടുത്തതായിട്ട് അവസാനമായിട്ട് ജിയോമെട്രിക് മെത്തേഡ്, അതായത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ ഒരു മെത്തേഡ് പഠിക്കുന്നുണ്ട്, ജിയോമെട്രിക് മെത്തേഡ്. ഇവിടെ ഗ്രാഫിക്കലി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ കണ്ടുപിടിക്കുന്നത്. സപ്ലൈ കർവിനെ നമ്മൾ എക്സ് ആക്സിസിലേക്ക് നീട്ടുവാണെങ്കിൽ അത് ചെന്ന് മുട്ടുന്നതിനനുസരിച്ചിട്ട് നമ്മൾക്ക് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ ഒറിജിനൽ ചെന്ന് ഇങ്ങനെയാണ് മുട്ടുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ യൂണിറ്ററി ആയിരിക്കും, അല്ലെങ്കിൽ ഈക്വൽ ടു 1 ആയിരിക്കും. ഇനി എക്സ് ആക്സിസിൽ ഇതുപോലെയാണ് സപ്ലൈ കർവ് മുട്ടുന്നത് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ലെസ് ദാൻ 1 ആയിരിക്കും. ഇനി ഈ രീതിയിൽ y ആക്സിസിനെ ക്രോസ് ചെയ്ത് പോയി എക്സ് ആക്സിസിന്റെ നെഗറ്റീവ് സൈഡിലാണ് മുട്ടുന്നത് എന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഇതുകൂടി നിങ്ങൾ ഇതിന്റെ കൂടെ ചേർത്ത് പഠിച്ചു വെക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഗ്രാഫ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് മൈക്രോ എക്കണോമിക്സിൽ പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കാം. അങ്ങോട്ടും കൂടെ മാറിപ്പോരുത്, കാരണം ഒരുപാട് ഗ്രാഫുകൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് പഠിക്കുക. മാരത്തോൺ എല്ലാവരും അറ്റൻഡ് ചെയ്യുക. നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കും. സോ ഇന്ന് വൈകുന്നേരമുള്ള 7 മണിക്കുള്ള മാരത്തോൺ എല്ലാ മക്കളും അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.